നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എയിംസിൽ BSc നഴ്സിങ്ങിനും പാരാമെഡിക്കൽ കോഴ്സുകൾക്കും ഉള്ള എൻട്രൻസ് എക്സാമിന് വേണ്ടി ഏതൊക്കെ സിലബസാണ് പഠിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. എയിംസിൽ BSc നഴ്സിംഗ് ഓണേഴ്സ്, പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ്, പാരാമെഡിക്കൽ കോഴ്സുകൾ എന്നിവയ്ക്ക് വേണ്ടിയുള്ള എൻട്രൻസ് എക്സാം ഉണ്ട്. അതിൽ BSc നഴ്സിംഗ് ഓണേഴ്സിൻ്റെ സിലബസും എക്സാം പാറ്റേണുമാണ് പറയുന്നത്. അതിനുശേഷം പാരാമെഡിക്കൽ കോഴ്സിൻ്റെ എൻട്രൻസ് എക്സാമിന് വേണ്ടിയുള്ള സിലബസും എക്സാം പാറ്റേണും പറയാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണേ. BSc നഴ്സിംഗ് ഓണേഴ്സിൻ്റെയും പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗിൻ്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും സിലബസുകൾ വ്യത്യാസമുണ്ട്. ആദ്യം BSc നഴ്സിംഗിൻ്റെ സിലബസാണ് പറയുന്നത്. BSc നഴ്സിംഗിന് പെൺകുട്ടികൾക്ക് മാത്രമാണ് അപേക്ഷിക്കാവുന്നത്. ആൺകുട്ടികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല. പാരാമെഡിക്കൽ കോഴ്സുകൾക്കും പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗിനും ആൺകുട്ടികൾക്കും കൂടി അപേക്ഷിക്കാം. BSc നഴ്സിംഗിന് എയിംസിൽ അപ്ലൈ ചെയ്യുന്നതിന് നീറ്റ് എക്സാം എഴുതേണ്ട. മുൻപ് പല വീഡിയോകളിലും ഇത് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും കുട്ടികൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുന്നത് കൊണ്ടാണ് അത് മനസ്സിലാകാത്തത്. അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണേ. നീറ്റ് സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം BSc നഴ്സിംഗിന് അഡ്മിഷൻ നടത്തുന്ന കോളേജുകളെക്കുറിച്ച് നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. നീറ്റ് എക്സാം എഴുതാതെ അഡ്മിഷൻ നേടാൻ സാധിക്കുന്ന കോളേജുകളും ഉണ്ട്. ഓരോ സ്റ്റേറ്റും നടത്തുന്ന എൻട്രൻസ് എക്സാമിൻ്റെ അടിസ്ഥാനത്തിലും BSc നഴ്സിംഗിന് അഡ്മിഷൻ നേടാൻ സാധിക്കും. അതുപോലെയാണ് എയിംസിലെ അഡ്മിഷനും. നീറ്റ് എഴുതാതെ എയിംസ് നടത്തുന്ന എൻട്രൻസ് എക്സാം മാത്രം എഴുതി അതിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എയിംസിൻ്റെ എല്ലാ സ്ഥാപനങ്ങളിലും BSc നഴ്സിംഗിനും പാരാമെഡിക്കൽ കോഴ്സുകൾക്കും പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗിനും അഡ്മിഷൻ നടത്തുന്നത്. അതുകൊണ്ട് എയിംസിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്തതിന് ശേഷം എക്സാം എഴുതണം. നീറ്റ് എഴുതേണ്ട ആവശ്യമില്ല. ഫെബ്രുവരി ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ മാർച്ച് ഫസ്റ്റ് വീക്കിലാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതുവരെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഡേറ്റുകളൊന്നും തന്നെ വന്നിട്ടില്ല. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം എയിംസ് നടത്തുന്ന എൻട്രൻസ് എക്സാം അറ്റൻഡ് ചെയ്യണം. ആ എൻട്രൻസ് എക്സാം അറ്റൻഡ് ചെയ്ത് അതിൽ നല്ല സ്കോർ ലഭിക്കുന്ന കുട്ടികൾക്കാണ് അഡ്മിഷൻ ലഭിക്കുന്നത്. എയിംസിൻ്റെ എൻട്രൻസ് എക്സാം എഴുതുന്നതിന് വേണ്ടി ഏതൊക്കെ സബ്ജക്റ്റുകളാണ് പഠിക്കേണ്ടത് എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. തിരുവനന്തപുരത്ത് എക്സാം സെൻറ്റർ ഉണ്ട്. ഓൺലൈനായിട്ടാണ് എക്സാം എഴുതേണ്ടത്. പെൺകുട്ടികൾക്ക് മാത്രമാണ് BSc നഴ്സിംഗ് ഓണേഴ്സ് അപ്ലൈ ചെയ്യാവുന്നത്. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീഡിയോ ചെയ്യാം. എയിംസിൻ്റെ BSc നഴ്സിംഗ് ഓണേഴ്സ് എൻട്രൻസ് എക്സാമിന് വേണ്ടി എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന് നോക്കാം. +1ലെയും +2ലെയും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതുകൂടാതെ GK തുടങ്ങിയ 4 സബ്ജക്റ്റുകളാണ് പഠിക്കേണ്ടത്. ഫിസിക്സിൽ നിന്ന് 30 മാർക്ക്, കെമിസ്ട്രിയിൽ നിന്ന് 30 മാർക്ക്, ബയോളജിയിൽ നിന്ന് 30 മാർക്ക്, GKയിൽ നിന്ന് 10 മാർക്ക്. അങ്ങനെ ടോട്ടൽ 100 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്, 100 ക്വസ്റ്റ്യനുകളാണ് ഉണ്ടാവുക. +1ലെയും +2ലെയും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയാണ് പഠിക്കേണ്ടത്. NCERT സിലബസ് ഇപ്പോഴുള്ളതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. എയിംസിൻ്റെ വെബ്സൈറ്റിൽ സിലബസ് ഏതാണെന്ന് അറിയിപ്പ് വന്നിട്ടില്ല. അത് ഉടനെ തന്നെ വരും. എങ്കിലും കുട്ടികൾ നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന പുതിയ NCERT സിലബസ് തന്നെയാണ് പഠിക്കേണ്ടത്. ഫെബ്രുവരി ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ മാർച്ച് ഫസ്റ്റ് വീക്ക് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ സിലബസും പബ്ലിഷ് ചെയ്യും. നിങ്ങൾ ഇപ്പോൾ ഉള്ളത് പഠിച്ചു തുടങ്ങുക. GK പഠിക്കുന്നതിന് വേണ്ടി GK ടെക്സ്റ്റ് ഫോർ BSc നഴ്സിംഗ് എൻട്രൻസ് എക്സാം എന്നിങ്ങനെയുള്ള ടെക്സ്റ്റിൽ നിന്ന് പഠിക്കാം. അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ BSc നഴ്സിംഗ് എൻട്രൻസ് എക്സാമിന് വേണ്ടിയുള്ള GKയുമായി റിലേറ്റഡ് വീഡിയോകളും ഉണ്ട്. അതിൽ നിന്നും നിങ്ങൾക്ക് പഠിക്കാം. അതിൽ നിന്നും പ്രിപ്പയർ ചെയ്യാം. GK സബ്ജക്റ്റിന് പ്രത്യേകിച്ച് സിലബസുകൾ ഒന്നും തന്നെയില്ല. 2 മണിക്കൂറാണ് എക്സാം ടൈം. എക്സാം ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ എഴുതാം. നെഗറ്റീവ് മാർക്കിങ്ങും ഉണ്ട്. ശരി ഉത്തരത്തിന് 1 മാർക്ക്, തെറ്റായ ഉത്തരത്തിന് 1/3 മാർക്ക് ആണ്. ടോട്ടൽ 100 മാർക്ക്, 100 ക്വസ്റ്റ്യൻ. BSc നഴ്സിംഗ് ഓണേഴ്സിൻ്റെ എൻട്രൻസ് എക്സാമിന് വേണ്ടി +1ലെയും +2ലെയും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയാണ് പഠിക്കേണ്ടത്. പാരാമെഡിക്കൽ കോഴ്സിനും എയിംസിൽ അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടി എയിംസിൻ്റെ തന്നെ എൻട്രൻസ് എക്സാമാണ് എഴുതേണ്ടത്. നീറ്റ് എഴുതേണ്ട ആവശ്യമില്ല. എയിംസിലെ എല്ലാ പാരാമെഡിക്കൽ കോഴ്സുകൾക്കും ഒരേ സിലബസ് തന്നെ പഠിച്ചാൽ മതി. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം. പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എടുത്ത് പഠിച്ചവർക്കും ബയോളജി ഇല്ലാതെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവ പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാം.
എക്സാം ടൈമിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ചവർക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആവും ഉണ്ടാവുക. ഈ 3 സബ്ജക്റ്റിൽ നിന്നാണ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ചവരുടെ ക്വസ്റ്റ്യനുകൾ വരുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ചവർക്ക് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യനുകളാവും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. അവർക്ക് ബയോളജി പഠിക്കേണ്ട ആവശ്യമില്ല. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് മാത്രം പഠിച്ചാൽ മതി. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ചവർക്ക് ഫിസിക്സിൻ്റെ 30 ചോദ്യങ്ങൾ, കെമിസ്ട്രിയുടെ 30 ചോദ്യങ്ങൾ, ബയോളജിയുടെ 30 ചോദ്യങ്ങൾ. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ചവർക്ക് ഫിസിക്സിൻ്റെ 30 ചോദ്യങ്ങൾ, കെമിസ്ട്രിയുടെ 30 ചോദ്യങ്ങൾ, മാത്സിൻ്റെ 30 ചോദ്യങ്ങൾ. മാത്സ് പഠിച്ചവർ ബയോളജി പഠിക്കേണ്ട ആവശ്യമില്ല. ടോട്ടൽ 90 ക്വസ്റ്റ്യനാണ്. 90 മാർക്കാണ് ടോട്ടൽ ഉണ്ടാവുക. 1.5 മണിക്കൂറാണ് എക്സാമിൻ്റെ സമയം. ഒരു ചോദ്യത്തിന് 1 മാർക്ക്. തെറ്റായ ഉത്തരത്തിന് 1/3 മൈനസ് മാർക്ക് ഉണ്ട്. പാരാമെഡിക്കൽ കോഴ്സിൻ്റെയും എയിംസിൻ്റെ എൻട്രൻസ് എക്സാമിന് +1ലെയും +2ലെയും വിഷയങ്ങളാണ് പഠിക്കേണ്ടത്. പാരാമെഡിക്കൽ എൻട്രൻസ് എക്സാമിന് GKയിൽ നിന്നുള്ള ക്വസ്റ്റ്യങ്ങൾ ഉണ്ടായിരിക്കുകയില്ല. ഇന്ത്യയിലെ എയിംസിൻ്റെ എല്ലാ സ്ഥാപനങ്ങളിലും BSc ഓണേഴ്സിനും പാരാമെഡിക്കൽ കോഴ്സുകൾക്കും പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗിനും അഡ്മിഷൻ ലഭിക്കുന്നതിന് നീറ്റ് എക്സാം എഴുതേണ്ട ആവശ്യമില്ല. അതിനുവേണ്ടി എയിംസിൻ്റെ വെബ്സൈറ്റിലൂടെ എയിംസിൻ്റെ എൻട്രൻസ് എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തതിന് ശേഷം എൻട്രൻസ് എക്സാം എഴുതി നല്ല സ്കോർ കരസ്ഥമാക്കുകയാണ് ചെയ്യേണ്ടത്. നല്ല സ്കോറിലൂടെ മാത്രമാണ് എയിംസിൻ്റെ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ ലഭിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമൻറ്റിൽ പറയണേ. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.